എല്ലാവർക്കും ആംസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊത്തിറച്ചിയാണ്. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് എല്ലില്ലാതെ ചെറുതാക്കി നുറുക്കി നന്നായി കഴുകിയ ശേഷം 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് 2 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ച് വെക്കാം. അഞ്ചോ 6 വിസിൽ വേണം ബീഫ് വേവാൻ വേണ്ടി, അത് ശ്രദ്ധിക്കണേ. ഇനി വേണ്ട ചേരുവകൾ: ചെറിയ ഉള്ളി 100 ഗ്രാം, ചെറിയ കഷ്ണം ഇഞ്ചി, 5 6 ഇല്ലി വെളുത്തുള്ളി, കറിവേപ്പില ആവശ്യത്തിന് എന്നിവയാണ് വേണ്ടത്. ഇനി വേണ്ട മസാലപ്പൊടികൾ: 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരുംജീരകം, 2 സ്പൂൺ മീറ്റ് മസാല എന്നിവയാണ് വേണ്ട മസാലപ്പൊടികൾ. അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച ബീഫ് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം വാട്ടാൻ വേണ്ടി വെക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ട് വാട്ടിയ ശേഷം നന്നായി വാടിയ ശേഷം പൊടികളെല്ലാം ചേർക്കാം. എല്ലാ പൊടികളും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ഞാനൊരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ബീഫിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എളുപ്പമാണ്. പച്ചമണക്കം മാറിയ ശേഷം ചതച്ച് വെച്ച ബീഫ് ചേർക്കാം. ബീഫ് ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. മസാലകളൊക്കെ പിടിക്കുന്ന വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ബീഫ് കൊത്തിറച്ചി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.